ബി.ജെ.പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ സ്വാതന്ത്ര്യദിനമായ ആഗസ്റ്റ് 15-ന് പ്രഖ്യാപിച്ചേക്കും. ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ അധ്യക്ഷനായ ജെ.പി. നദ്ദയുടെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാൻ, മുതിർന്ന ബി.ജെ.പി. നേതാവായ ബി.ഡി. ശർമ്മ, മുൻ ഹരിയാന മുഖ്യമന്ത്രിയായ മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയ പേരുകളാണ് ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. മാതൃസംഘടനയായ ആർ.എസ്.എസ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ചില പേരുകൾ മുന്നോട്ട് വെച്ചുവരുന്നുവെന്നും അനൌദ്യോഗികമായ വാർത്തകളുണ്ട്. 2020-ൽ ബി.ജെ.പി. അധ്യക്ഷനായ ജെ.പി. നദ്ദയുടെ കാലാവധി 2024-ൽ അവസാനിച്ചിരുന്നു. തുടർന്ന് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു. ഈ സമയപരിധി കഴിഞ്ഞിട്ടും പുതിയ പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് നീളുകയായിരുന്നു. അതായത് 2023-ൽ കാലാവധി കഴിഞ്ഞിട്ടും ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്ത് ജെ.പി. നദ്ദ തന്നെ തുടരുകയാണ്. ജനുവരിയിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനായിരുന്നു ആദ്യ തീരുമാനം. ഫെബ്രുവരിയിലേക്കും മാർച്ചിലേക്കും പിന്നീട് ജൂലൈയിൽ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നെല്ലാമായിരുന്നു പിന്നീട് പുറത്തുവന്ന വിവരം. ബീഹാർ തെരഞ്ഞെടുപ്പ് അടക്കം പുറത്തുവരുമ്പോൾ അധ്യക്ഷ പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ആർ.എസ്.എസും ബി.ജെ.പി. നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതായാണ് സൂചന. കാലാവധി കഴിഞ്ഞിട്ടും ജെ.പി. നദ്ദ അധ്യക്ഷ സ്ഥാനത്ത് തുടരവെയാണ് പുതിയ പ്രസിഡന്റിനെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷനുമായ അമിത്ഷാ വ്യക്തമാക്കിയത്. ദേശീയ തലത്തിൽ മണ്ഡല പുനർനിർണയം വേഗത്തിൽ നടപ്പിലാക്കില്ല എന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ പ്രതികരണം. കേരള, തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് മണ്ഡല പുനർനിർണയം ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ആർക്കും പരാതിയില്ലാത്ത രീതിയിലാകും മണ്ഡല പുനർനിർണയമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പാക്കുമെന്നും പാർലമെന്റിൽ 33% വനിതാ സംവരണം കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ തീരുമാനമായിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു.